നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. അന്തിക്കാട് സ്കൂളിന് എതിർവശത്തുള്ള പുത്തൻകോവിലകം റോഡിലെ വെള്ളക്കെട്ടിൽ കെട്ടിടം പൊളിച്ച കല്ലും മണ്ണും മറ്റു മാലിന്യങ്ങളും കൊണ്ടിട്ട് ഉയർത്തുന്നു. ഇരുമ്പ് കമ്പിയും കോൺക്രീറ്റ് മാലിന്യവും ഉൾപ്പെടെയാണ് ടാറിട്ട റോഡിന് മുകളിൽ നിരത്തിയിരിക്കുന്നത്. മഴവെള്ളം ഇരച്ചെത്തിയാൽ റോഡിലെ കല്ലും മണ്ണുമെല്ലാം ഒഴുകിപ്പരക്കും. കമ്പി ഉൾപ്പെടെ കുത്തിക്കയറി ആളുകൾക്ക് പരിക്കേൽക്കാനും വാഹനങ്ങൾ കേടുവരാനും സാധ്യതയുണ്ട്. തൊട്ടടുത്ത അന്തിക്കാട് ഹൈസ്കൂൾ, KGM സ്കൂൾ, മദ്രസ എന്നിവിടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിനംപ്രതി ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. കോൾ മേഖലയിലേക്കുള്ള പ്രധാന റോഡും ഇതാണ്. വർഷങ്ങളായി തുടരുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാതെ താൽക്കാലിക പ്രവൃത്തികൾക്കെതിരെ കടുത്ത ജനരോഷമുണ്ട്. എല്ലാ മഴക്കാലത്തും സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലെ തടസ്സം പൊളിച്ച് വെള്ളമൊഴുക്കുകയാണ് പതിവ്. എന്നാൽ ഇതിനെതിരെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. ഈ ഭാഗം ഉയർത്തിയാൽ സമീപത്തെ കടകളിലേക്കും പ്രധാന റോഡിലേക്കും വെള്ളം കയറും. വെള്ളം ഒഴുക്കി കളയുവാനുള്ള പ്രായോഗിക സംവിധാനം ചെയ്യാതെയുള്ള അധികൃതരുടെ നടപടികൾക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ട്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കം 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമാകും. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവും നിലവിൽ വന്നു. അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരം ആയിരിക്കും നടപടി. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം പൂർത്തിയാകേണ്ടത് നിലവിലുള്ള നിയമപ്രകാരമാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അഭാഗം പരിഹരിച്ച് ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ ദമ്പതിമാർക്ക് ആദരം നൽകി അന്തിക്കാട് KGM LP സ്കൂൾ വിദ്യാർത്ഥികൾ. അന്തിക്കാട് മേഖലയിൽ 40 വർഷത്തോളം കാലം ആതുര സേവന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച കുട്ടികളുടെ ഡോക്ടറായി ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റഫീഖിനെയും പാലിയേറ്റീവ് കെയറിൽ ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഫാത്തിമ സുഹ്റാബിയെയുമാണ് ഡോക്ടേഴ്സ് ദിനമായ തിങ്കളാഴ്ച വിദ്യാലയത്തിൽ ആദരിച്ചത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് അഖില രാഗേഷ് അധ്യക്ഷയായി. മുതിർന്ന അധ്യാപകരായ സ്മിത, റീജ എന്നിവർ ഡോക്ടർമാരെ പൊന്നാടയണിയിച്ചു. PTA പ്രസിഡന്റ് അഖില രാഗേഷ്, PTA വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ എന്നിവർ മൊമെന്റോ സമ്മാനിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് അജീഷ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ദേവി, പ്രഷിത എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ സേവന കാലഘട്ടത്തിലെ ചില അനുഭവങ്ങൾ ഡോക്ടർ റഫീഖ് പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനമായി. വടനപ്പള്ളി ശ്രീ വേദവ്യാസ ക്ഷേമസഭ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ശ്രീ വേദവ്യാസ ക്ഷേമസഭ പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട് അധ്യക്ഷനായി. സെക്രട്ടറി IK സുദർശനൻ, ട്രഷറർ KK ചന്ദ്രസേനൻ, KM ഗോപാലൻ, NV ദാസൻ, ID ജയൻ, MA കൃഷ്ണകുട്ടി, AM രാജു, IK വിക്രമൻ, മിലൻ കൃഷ്ണ, നന്ദന K പ്രഭാത് എന്നിവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിൽ താനിം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ പെരുങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ആദരിച്ചു. നെഹ്റു സ്റ്റഡീസ് സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്രണ്ട് ഡോക്ടർ MB ദീപ, ഡോക്ടർമാരായ മനു M ഗോപാൽ, നസീറ അഹമ്മദ് ഹുസൈൻ എന്നിവരെ ആദരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PP ദേവദാസ്, നിസാർ കുമ്മങ്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് വൈദ്യശാസ്ത്രമെന്നും അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ സമൂഹത്തിന് അഭിമാനമാണെന്നും സ്റ്റഡീസ് സെന്റർ പ്രവർത്തകർ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിന്റെ പഴുവിൽ ഫൊറോന കുടുംബസംഗമം പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കുടുംബസംഗമവും അതിരൂപത ഭാരവാഹികളെ ആദരിക്കുന്ന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷനായി. ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് മുരിങ്ങാത്തേരി, തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, ലീല വർഗീസ്, മേഴ്സി ജോയ്, ഓസ്റ്റിൻ പോൾ എന്നിവർ സംസാരിച്ചു. ഫൊറോനയിൽ നിന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡേവിസ് എടക്കളത്തൂർ, ഷെവലിയർ സണ്ണി തേക്കാനത്ത്, ത്യാഗരാജൻ പോളിടെക്നിക് പ്രിൻസിപ്പൽ ഇൻചാർജ് NG സാബു, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരായ K ജോർജ്, AJ പ്രിൻസി എന്നിവരെയും ഫൊറോനയിലെ പുതുതലമുറയിൽ 5-ൽ കൂടുതൽ മക്കളുള്ള പൈലി ആന്റണി, റിറ്റി പൈലി ദമ്പതികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പൈലി ആന്റണി, മേജി തോമസ്, ജോബി ജോസ്, ജെസ്സി വർഗീസ്, ജോസഫ് കുണ്ടുകുളം എന്നിവർ നേതൃത്വം നൽകി.
ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.